ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ ഈ പ്ലാന്റ് പെട്ടെന്നങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും പെട്ടെന്നങ്ങ് വാടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബുഷായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിനകത്ത് മണ്ണ് കുറവായിരുന്നു. അപ്പോൾ ഞാനിത് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇതിൽ ഈ ഒരു മൺചട്ടിക്കകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട് കഷ്ണം കൂടെ ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്നത് തന്നെ മണ്ണ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേരറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ഇട്ടേക്കണം. എനിക്ക് പേരൊന്നും അറിയില്ല. ഇങ്ങനെയുള്ള പ്ലാന്റിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ കുറച്ച് മണ്ണും കൂടെ അങ്ങ് നമുക്ക് കളയാം. കുറച്ച് ഞാൻ കളഞ്ഞിട്ട് വെച്ചേക്കുവാണ്. കുറച്ചും കൂടെ അങ്ങ് കളയാം. എന്നിട്ട് നല്ല മണ്ണ് കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ട്, ഇത്രയും ബുഷായിട്ട് നിൽക്കുവാണ്. എനിക്ക് സ്ഥലമില്ല. അപ്പോൾ പിന്നെ വീണ്ടും കട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ, ഒരു സ്ഥലവും ഇല്ല എനിക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നമുക്കിതിനകത്ത് തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇഷ്ടംപോലെ ഈ ഗാർഡനിൽ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിരത്തി വെക്കാനേ ഒക്കെ ബോർഡർ പിടിക്കാനായിട്ട് നല്ല പ്ലാന്റാണിത്. നല്ല കളറാണ്, പച്ചയും ഒരു വയലറ്റ് കളറുമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടി നമുക്ക് സൈഡുകളിൽ ഇട്ട് ഫില്ലാക്കി കൊടുക്കാം. അപ്പം ഇതിന് മണ്ണുണ്ടായിരുന്നു. പിന്നെ എന്താ പ്രശ്നം എന്നുള്ള അറിയില്ല. ഇതിങ്ങനെ വാടിപ്പോകാനായിട്ട് കാരണം ഇതിൽ ഞാൻ ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർത്താണ് ഇടുന്നത്. ഒത്തിരി പ്ലാന്റൊക്കെ ഒരുമാതിരി ആയിപ്പോയി കേട്ടോ. പിന്നെ ഇതിനെ നല്ലവണ്ണം കുത്തി പിടിപ്പിച്ചാലേ നല്ലവണ്ണം പിടിക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. എല്ലാം പൊട്ടിപ്പോയി വേണ്ട, ഇങ്ങനെ വള്ളി പോലെ പടർന്നു പോയി. അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റാണ്. ഒത്തിരി സ്പേസൊക്കെ ഉള്ളവർക്ക് നല്ലവണ്ണം സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിങ്ങനെ എന്നും വാടി നിൽക്കുന്ന കാരണം എന്ന് വിചാരിക്കും ഇതൊന്ന് മാറ്റി നട്ട് കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്നാണ് അത് നടന്നത്. അപ്പം ഈ ഒരു ചട്ടിയിൽ ഇരുന്ന പ്ലാന്റ് ചീത്തായി പോവുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ അട്ട ഒച്ച് എല്ലാം ഉണ്ട്. നിങ്ങൾക്കുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ അട്ടയും ഒച്ചും ഒക്കെ? എനിക്ക് അട്ടയും ഒച്ചിനെ കാണുമ്പം തന്നെ എനിക്കങ്ങ് ഒരുമാതിരി തോന്നും, ഇഷ്ടമില്ല. ഇതങ്ങ് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. മണ്ണങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ അതങ്ങ് സെറ്റായിക്കൊള്ളും, കുഴപ്പമില്ല. പിന്നെ അങ്ങ് പിടിച്ച് വളർന്നതായിക്കൊള്ളും. പിന്നെ ഈ ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെയൊക്കെ വന്നതിന് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുത്തി കൊടുത്താൽ മതി. അവിടെ അങ്ങ് നിന്ന് വളർന്നോളും. സ്പേസ് ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ അടുത്ത ചട്ടികളിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് സെറ്റ് ചെയ്താലും വയ്ക്കാനായിട്ട് സ്പേസ് ഇല്ല. ഈ ചട്ടി ഒഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ സ്പേസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അപ്പം നാളെ ഒന്ന് വളർന്നോളും. കുറച്ചൊക്കെ ഒടിച്ചിട്ടേ ഈ സൈഡിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഒരു പ്ലാന്റ് ഇങ്ങനെ ചീത്തയായി പോകുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലേ? അതുപോലെ എനിക്ക് നല്ല വിഷമമാണ് കേട്ടോ. ഒരു പ്ലാന്റ് ഇങ്ങനെ കേടായി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമമാണ് അന്നത്തെ ദിവസമേ. അപ്പോൾ ഇന്നലെ ഇത് വാടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിഷമമായിപ്പോയി. അപ്പോൾ ഇന്നിപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. കണ്ട, ഇതാണ്, ഇത്രയുണ്ട്. നല്ല വൃത്തിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. എനിക്ക് പേരറിയില്ല, പേരറിയാന്നുള്ളൊരു കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ വീട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റിനെ സെറ്റാക്കണമെന്നായിരുന്നു ഇന്നത്തെ ഒരു ആഗ്രഹമായിരുന്നത്. അപ്പോൾ അത് നടന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ.